നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. മുസ്ലിം ലീഗ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് AM ഹാരിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ഭാരതീയ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാർ നടത്തി. ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഉപാധ്യക്ഷൻ S. ഷാജി ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത് ആനുകൂല്യങ്ങൾ അനുവദിക്കുവാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. വാഴത്തോപ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. തിരഞ്ഞെടുപ്പ് നീതിയുക്തമായി നടപ്പാക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് ഹൈക്കോടതി പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചതായി UDF വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. റവന്യൂ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറിയായി സ്ഥലം മാറ്റം ലഭിച്ച കളക്ടർ ഷീബ ജോർജിന് കളക്ടറേറ്റ് ജീവനക്കാർ യാത്രയയപ്പ് നൽകി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ വിവിധ വകുപ്പിലെ ജീവനക്കാർ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. മുസ്ലിം ലീഗ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് AM ഹാരിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. LGML ജില്ലാ വൈസ് പ്രസിഡന്റ് ഷഹന ജാഫർ അധ്യക്ഷത വഹിച്ചു. LGML സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA കരീം മുഖ്യപ്രഭാഷണം നടത്തി. തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കുക, 2023-2024 വർഷം തടഞ്ഞുവെച്ച ബജറ്റ് വിഹിതവും ട്രഷറിയിൽ നിന്നും തിരിച്ചു നൽകിയ ബില്ലുകളുടെ തുകയും പ്രത്യേക വിഹിതമായി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണാ സമരം നടത്തിയത്. മുസ്ലിം ലീഗ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് AM ഹാരിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ ഓർക്കുന്നു, തൊടുപുഴ നഗരസഭ ഏതാണ്ട് 2014-15 വർഷക്കാലം ഏതാണ്ട് 25 ലക്ഷം രൂപ ഒരു വാർഡിലേക്ക് വികസന ഫണ്ട് ലഭിച്ചപ്പോൾ ഇപ്പോൾ അത് കേവലം 6 ലക്ഷം രൂപയും 4 ലക്ഷമായി ചുരുങ്ങിയിരിക്കുന്നു. അത് ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് മൂലം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം അത് ഫണ്ട് എങ്ങനെ കുറച്ച് കൊടുക്കാം എന്നുള്ള ഒരു കണ്ടെത്തലിൻ്റെ ഭാഗമായി ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം മാർച്ച് 23-നാണ് ഫണ്ട് അലോട്ട്മെൻറ്റ് വന്നത്. മാർച്ച് 28-ന് ട്രഷറി ബാനായി. ഫണ്ടുകൾ ഒരിക്കലും ചെലവഴിക്കാൻ കഴിയാത്ത തരത്തിൽ ഗവൺമെൻറ് ആവശ്യമില്ലാത്ത നിയമക്കുരുക്കളും കൊണ്ടുവന്നിട്ട് ലോക്കൽ ബോഡിയെ ഞെക്കിക്കൊല്ലുന്ന ഒരു സമീപനമാണ് നടക്കുന്നത്. അതിൻ്റെ ഫലമായി ഇന്ന് നമ്മുടെ ഗ്രാമീണ റോഡുകളൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. സ്ട്രീറ്റുകളിൽ ലൈറ്റുകൾക്ക് ആവശ്യമായ മെയിൻ്റനൻസ് വെക്കാൻ കഴിയാത്തതുകൊണ്ട് ആ മേഖല ആകെ രാത്രികാലങ്ങളിൽ ഇരുട്ടായി കിടക്കുന്നു. എല്ലാ മേഖലയും തകർന്നടിഞ്ഞ ഒരു സംവിധാനം എല്ലാ ലോക്കൽ ബോഡി ഗവൺമെൻറ് ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരെ ആളുകൾ അതായത് വാർഡ് മെമ്പർമാരുടെ അടുത്ത് ഞങ്ങളുടെ റോഡ് നന്നാക്കുന്നില്ല, അല്ലെ റോഡ് ലൈറ്റുകൾ തെളിയില്ല എന്ന് പരാതി പറയുമ്പോൾ കൈ മലർത്തേണ്ട ഒരു അവസ്ഥ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഗവൺമെൻറ്റാണ് ഇതിന് ശാശ്വതമായ പരിഹാരം കാണേണ്ടത്. ഇത് ഫണ്ട് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, കൊടുത്ത ഫണ്ട് സമയാസമയങ്ങളിൽ യഥാസമയം വിനിയോഗിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതെ പോകുന്നു. LGML ജില്ലാ വൈസ് പ്രസിഡന്റ് ഷഹന ജാഫർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA കരീം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി ലൈല കരീം, ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ നൌഷാദ്, തൊടുപുഴ നഗരസഭ മുൻ ചെയർപേഴ്സണും LGML ജില്ലാ ട്രഷററുമായ സഫിയ ജബ്ബാർ, സംഘടനാ ജില്ലാ സെക്രട്ടറിമാരായ സാബിറ ജലീൽ, റസിയ കസീം, ഷെമീന നാസർ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് AM സമദ്, അബ്ദുൾ ഷുക്കൂർ, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് PH സുധീർ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് PN ജാഫർ, അഡ്വക്കേറ്റ് CK ജാഫർ, ഇടുക്കി ജില്ലാ പരിസ്ഥിതി സംരക്ഷണ സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ കരീം, മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് PK മൂസ, യൂത്ത് ലീഗ് മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് TS റഷീദ്, മുസ്ലിം ലീഗ് മുനിസിപ്പൽ ട്രഷറർ PN സിയാദ്, മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് MA സബീർ, ജനറൽ സെക്രട്ടറി ഷാഹുൽ കപ്രാട്ടിൽ, അബു അഷ്റഫ് കാസിം തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് ഇലിക്കൽ സ്വാഗതവും ലൈല കരീം നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അഞ്ചക്കുളം മഹാദേവി ക്ഷേത്രത്തിൽ ആദ്യ വെള്ളിയാഴ്ച ആചരണവും മഹാകാര്യ സിദ്ധി പൂജയും നടന്നു. ക്ഷേത്രം ആചാര്യൻ ചേർത്തല സുമിത് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. സോപാന സംഗീതം, അറുനാഴി പായസം, താമ്പൂല സമർപ്പണം എന്നിവയും ഉണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു.
കോടിക്കുളം അഞ്ചുകുളം മഹാദേവി ക്ഷേത്രത്തിൽ ആദ്യ വെള്ളിയാഴ്ച ആചരണവും മഹാകാരസതി പൂജയും നടന്നു. പല സ്ഥലങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ക്ഷേത്രമാചാര്യൻ ചേർത്തല സുമിത്ര തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. സോപാന സംഗീതം, അറുനാഴി പായസം, താമ്പൂലം സമർപ്പണം എന്നിവയും ഉണ്ടായിരുന്നു. എല്ലാ മലയാള മാസത്തിലെയും ആയില്യം നാളിൽ വിശേഷാൽ സർപ്പപൂജയും ക്ഷേത്രത്തിൽ നടന്നുവരുന്നു. ക്ഷേത്രത്തിലെത്തുന്നവർക്ക് അന്നദാനം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നതായി ക്ഷേത്രം പ്രസിഡന്റ് ജയൻ കുന്നംപുറത്ത്, സെക്രട്ടറി PR രവീന്ദ്രനാഥൻ എന്നിവർ അറിയിച്ചു. शांति मूर्ते काली सुहासिनी शक्ति स्वरूपी वरदे नमस्ते नमोस्तुते चंबड्डू ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ഭാരതീയ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാർ നടത്തി. ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഉപാധ്യക്ഷൻ S. ഷാജി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപ്പറയിൽ അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ SHO KH ഹാഷിം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ SPCC മോട്ടിവേഷൻ സെൽ കോർഡിനേറ്റർ SI അജി അരവിന്ദ് ക്ലാസ് നയിച്ചു. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂലൈ 1 രാജ്യത്ത് നിലവിൽ വന്ന പുതിയ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സ്റ്റുഡന്റ് പോലീസ്, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങൾക്കായാണ് സെമിനാർ നടത്തിയത്. ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഉപാധ്യക്ഷൻ S. ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുമ്പോൾ അതിൽ പ്രധാനമായി പങ്കുവഹിക്കേണ്ടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ആദ്യ കുട്ടികളാണ്. കുട്ടികളിലൂടെ മാത്രമേ ഇത് സമൂഹത്തിലെത്തിക്കാൻ പറ്റൂ. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്ലാസ് നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരോട് പറയും? അമ്മയോട് പറയും, പിന്നെ അച്ഛനോട് പറയും, അല്ലേ? അച്ഛൻ ജോലി സ്ഥലത്തിരിക്കുമ്പോൾ ഈ കാര്യം മറ്റുള്ളവരോട് പറയും. അമ്മ കുടുംബശ്രീക്ക് പോകുമ്പോൾ ഇത് അവിടെ ചർച്ച ചെയ്യും. ഇതാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോ ആ തരത്തിൽ ഇത് ചർച്ച ചെയ്ത ഇത് സമൂഹത്തിലേക്ക് ഇത് വ്യാപിക്കും. ജില്ലാ SPC മോട്ടിവേഷണൽ സെൽ കോർഡിനേറ്റർ SI അജി അരവിന്ദ് ക്ലാസ് നയിച്ചു. പുതിയതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ സാക്ഷി അധിനിയം, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നിവയിലെ പ്രധാന കാര്യങ്ങൾ സെമിനാറിൽ അവതരിപ്പിച്ചു. കുട്ടികളുടെ നിയമത്തിൽ വന്ന മാറ്റത്തിന് പ്രത്യേകം ഊന്നൽ നൽകി. കുട്ടികൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കി. SPC ഡ്രിൽ ഇൻസ്ട്രക്ടർ PA മുഹമ്മദ് അനസ്, ACPO എലിസബത്ത് മാത്യു, അധ്യാപകരായ മിനി A. ജോൺ, ജെയ്സൺ ജോസ്, സാബു ജോസ് എന്നിവർ നേതൃത്വം നൽകി. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ അധ്യക്ഷത വഹിച്ചു. ആംഗ്ലേയ അടിസ്ഥാനത്തിലുള്ള നിയമ സംഹിതയാണ് നമ്മുടെ ഇന്ത്യയുടെ നിയമസംഹിതയുമായിട്ട് വരിക. അതിന് പുറകോട്ടൊരു ചരിത്രമുണ്ട്. റോമൻ ലോയാണ് ആംഗ്ലോ സാക്സൺ ജൂറിസ്പ്രൂഡൻസിന്റെ ആധാരമായിട്ട് വരിക. ഇവിടെ തീർച്ചയായിട്ടും ലോകത്തിലെ മുഴുവനും ആദരിക്കപ്പെടുന്ന ഒരു നിയമസംഹിതയാണിത്. പക്ഷേ കാലാനുസൃതമായ പരിഷ്കരണം ഇതിന് ആവശ്യമാണ്. കരിമണ്ണൂർ SHO KH ഹാഷി മുഖ്യപ്രഭാഷണം നടത്തി. സെമിനാറിന് സ്കൂൾ പ്രിൻസിപ്പൽ ബിസോയ് ജോർജ്, PTA പ്രസിഡന്റ് ജോസൺ ജോൺ എന്നിവർ ആശംസകൾ നേർന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ സജി മാത്യു സ്വാഗതവും CPO ഡോക്ടർ റെക്സി ടോം നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൽ ഈ വർഷത്തെ വിദ്യാരംഗം കലാ സാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം പ്രശസ്ത കോമഡി ആർട്ടിസ്റ്റും കൊച്ചിൻ കോറസ് ഗാനമേള ട്രൂപ്പിന്റെ സംഘാടകനും ഹ്രസ്വചിത്ര അഭിനേതാവും ആയ സുരേഷ് മാഞ്ഞാലി നിർവഹിച്ചു. തുടർന്ന് കുട്ടികൾക്കായി നാടൻ പാട്ടുകളും മിമിക്രിയും അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ അക്കാദമിക് മാസ്റ്റർ പ്ലാനിന്റെ പ്രകാശനവും PTA സ്കൂൾ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞയും നടത്തി.
തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് UP സ്കൂളിൽ സർഗാത്മകതയുടെ വസന്തം വിടർത്തുന്ന വിദ്യാരംഗം കലാസാഹിത്യവേദിയും വിവിധ ക്ലബ്ബുകളും പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത കോമഡി ആർട്ടിസ്റ്റും കൊച്ചിൻ കോറസ് ഗാനമേള ട്രൂപ്പിന്റെ സംഘാടകനും ഹ്രസ്വചിത്ര അഭിനേതാവുമായ സുരേഷ് മാഞ്ഞാലി ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ സർഗാത്മക വളർത്തിയെടുക്കുന്നതിൽ വിദ്യാരംഗ കലാസാഹിത്യവേദി പങ്കുവഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഈ സ്കൂളിലെ മെമ്പേഴ്സ് ഞാൻ നന്ദി കടപ്പാട് പറയുകയാണ്. നീ വിദ്യാരംഗം കലാസാഹിത്യവേദി വിഭാഗം ചെയ്താൽ ഞാൻ നിങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുകയാണ്. ഒരുപാട് വർഷക്കാലം കലാവേദി കേരളം അതുപോലെ മറ്റ് രാജ്യങ്ങൾ അമേരിക്ക നിരവധി രാജ്യങ്ങളിൽ വരെ പോകാൻ കഴിഞ്ഞത് ദൈവത്തിന്റെ അനുഗ്രഹമായ കലകൊണ്ട് മാത്രമാണ്. തുടർന്ന് കുട്ടികൾക്കായി നാടൻ പാട്ടുകളും മിമിക്രിയും അവതരിപ്പിച്ചു. ഈ മൺകുടം ഒരു തിരികിടാത്ത വിളിക്കുന്നിൽ സൂക്ഷിക്കും. നിനക്കുമുണ്ടല്ലോ ജന്മം നൊന്നരാ മരണം ഒരു നാൾ അയാൾക്ക് സംഭവിക്കും. അന്ന് തിരിയിടാൻ വേണ്ടി മണപ്പുറത്ത് വന്നിരിക്കുമ്പോൾ ഒപ്പം ഞാനുണ്ടാവും. ഈ മൺകുടത്തിലെ തിരികിടാതെ വിളിക്കുന്നത് ഞാൻ സൂക്ഷിക്കും. നീ കേൾക്കുന്നില്ലടാ മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിത കത്തും കാലം വരെ നിനക്ക് ആയുസുണ്ടാവും എന്ന മോഹം. അത് തെറ്റായിരുന്നു എന്ന് തോന്നുമ്പോൾ നീ വാ. എന്റെ അച്ഛന്റെ കാൽ വിരലിലെ 2-3 ദഹം വെട്ടിത്തരാം. കൊണ്ടുപോയി ചന്ദനമുട്ടിൽ വെച്ച് കത്തിച്ചരാം. ആശ തീർക്കാം മോനെ ദിനേശ. പോടാ മോനെ ദിനേശ. ഞാൻ വന്നപ്പോ തുടങ്ങിയ എന്റെ പിന്നാലെ എന്നൊക്കെ പറയാ. ഇവന്മാരെ പിടിച്ചിട്ട് പോയില്ല. എന്റെ കൺട്രോൾ പോകും. എന്റെ പിന്നാലെ മാമ്പഴമാകട്ടെ ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറുമ്പോൾ വീഴാതെ സൂക്ഷിക്കണേ. സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. നിങ്ങൾക്കൊക്കെ ഓരോരോ കഴിവുകൾ ഈശ്വരൻ തന്നിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് കഴിവുകൾ. ഇവിടെ ഇരിക്കുന്ന ജോസഫ് സാറിന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കേൾക്കാൻ പോകുന്ന ശ്രീ സുരേഷ് മാസ്റ്ററിന് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഈശ്വരന് ഒത്തിരിയേറെ കഴിവുകൾ തന്നിട്ടുണ്ട്. എല്ലാ കഴിവുകളും കൊണ്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. വ്യത്യസ്തമായ കഴിവുകൾ വ്യതിരിക്തരായ ആളുകൾക്ക് നൽകപ്പെട്ടിരിക്കുകയും അതിനെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് വളർത്തുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്നത്. സ്കൂൾ അക്കാദമിക് മാസ്റ്റർ പ്ലാനിന്റെ പ്രകാശനവും PTA ഭാരവാഹികൾ, ലീഡേഴ്സ്, ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവരുടെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത് ആനുകൂല്യങ്ങൾ അനുവദിക്കുവാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി രാജകുമാരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് KV സാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുന്ന നയങ്ങൾ തിരുത്തുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത് അർഹമായ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി അനുവദിക്കുവാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ ആവശ്യപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധികളുടെ പേരിൽ തുടർച്ചയായി മാറ്റിവെക്കപ്പെടുന്ന ഒരു വിഭാഗമായി സർക്കാർ ജീവനക്കാർ മാറിയിരിക്കുന്നു. സർക്കാരിന്റെ നയപരിപാടികളും ക്ഷേമവികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്ന വിഭാഗത്തെ മാറ്റി നിർത്തി ഇടതുപക്ഷ ബദൽ പ്രാവർത്തികമാക്കുവാൻ കഴിയുകയില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ തയ്യാറാകണം. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്ന ബജറ്റ് പ്രഖ്യാപനം നടപടികൾ പൂർത്തിയാക്കി യാഥാർത്ഥ്യമാക്കുന്നതിന് സർക്കാർ തയ്യാറാകണം. അടിസ്ഥാന വിഭാഗങ്ങളെ നിത്യജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന സാമ്പത്തിക ക്രമീകരണങ്ങളുടെ തിരിച്ചടി കൂടിയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം. വേണ്ട തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് വരുവാൻ കരുത്തുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെന്നും സലിംകുമാർ കൂട്ടിച്ചേർത്തു.
ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി രാജകുമാരി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1600 രൂപ പെൻഷൻ 68 ലക്ഷം പേർ കൊടുക്കുന്നുണ്ട്. 4 മാസത്തെ കുടിശ്ശിക വന്നപ്പോൾ അവര് മാറി ചിന്തിച്ചു എന്ന് പറയുമ്പോൾ 600 രൂപ ഉണ്ടായിരുന്നത് 18 മാസം കൊടുക്കാതിരുന്നപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഉണ്ടോ? ഒരു പ്രശ്നമില്ല. സപ്ലൈകോയ്ക്ക് സബ്സിഡിയായി കൊടുക്കേണ്ട പണം, കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട പണം, നമുക്ക് നൽകേണ്ട അരി തന്നില്ല. പറയാൻ ആരെങ്കിലും കൊടുത്തുണ്ടോ? കാരണം എന്തോ ആയിക്കോട്ടെ, ആരും കൂടുന്നില്ല. കാരണങ്ങൾ പലതാണ് കണ്ടുപിടിക്കുമ്പോൾ. ആ കാരണങ്ങൾ മാത്രമല്ല, ഈ കാരണങ്ങളെല്ലാം പെരുപ്പിച്ച് ആളുകളുടെ ഇടയിലേക്ക് എത്തിച്ചപ്പോൾ അതെല്ലാം ഒരു പ്രതിഷേധത്തിന്റെ രൂപമായി മാറിയപ്പോൾ അത് നമ്മുടെ വോട്ട് ബാങ്കിൽ ചോർച്ചയ്ക്കിടയായിട്ടുണ്ട്. കേരളത്തിൽ ഒരു അപകടകരമായ സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം സഹാക്കൾ ഓർമ്മപ്പെടുത്തുകയാണ്. അത് തൃശ്ശൂരിൽ താമര വിരിഞ്ഞു എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല. സുരേഷ് ഗോപി സിനിമാ നടനോട് ആരിസ് കളിച്ചോ എന്നതല്ല വിഷയം. ഇടതുപക്ഷ മനസ്സുകൾക്കുള്ളിലും താമര വിരിയുവാനുള്ള താമരയുടെ തണ്ട് ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളും പരിശോധിക്കണം, നമ്മളും പരിശോധിക്കണം. ഞങ്ങളിപ്പോ നമ്മൾ അടിമുടി പരിശോധിക്കാൻ വേണ്ടി തയ്യാറാകുകയാണ്. 12 മണ്ഡലങ്ങളിൽ BJPക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 16 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ആ അപകടം കേരളം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് കേരളത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, ഉന്നത തസ്തികകളിലേക്ക് വിരമിച്ച ഉയർന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക, ബെഡിസബ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിച്ച് വിപുലപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തുവാൻ തയ്യാറാകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് KV സാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന ചെയർമാൻ KP ഗോപകുമാർ സംഘടനാ റിപ്പോർട്ടും, ജില്ലാ സെക്രട്ടറി KS രാഗേഷ് പ്രവർത്തന റിപ്പോർട്ടും, ജില്ലാ ട്രഷറർ സുധർമ്മകുമാരി വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് PT ഉണ്ണി രക്തസാക്ഷി പ്രമേയവും വനിതാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് ആൻസ് ജോൺ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ പ്രിൻസ് മാത്യു, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CU ജോയ്, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ R രമേശ്, ബിന്ദു രാജൻ, D ബിനിൽ എന്നിവർ ആശംസകൾ നേർന്നു. വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി CG അജീഷ ക്രെഡൻഷ്യൽ റിപ്പോർട്ടും ജില്ലാ ജോയിന്റ് സെക്രട്ടറി AK സുഭാഷ് പ്രമേയങ്ങളും അവതരിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി DK സജിമോൻ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. പുതിയ ഭാരവാഹികളായി KS രാഗേഷ് പ്രസിഡന്റ്, B സുധർമ്മകുമാരി വൈസ് പ്രസിഡന്റ്, VK ജിൻസ വൈസ് പ്രസിഡന്റ്, VN ഷൗക്കത്ത് അലി വൈസ് പ്രസിഡന്റ്, R ബിജ്മോൻ ജില്ലാ സെക്രട്ടറി, DK സജിമോൻ ജോയിന്റ് സെക്രട്ടറി, AK സുഭാഷ് ജോയിന്റ് സെക്രട്ടറി, S സുകുമാരൻ ജോയിന്റ് സെക്രട്ടറി, PT ഉണ്ണി ട്രഷറർ, ആൻസ് ജോൺ ജോയിന്റ് കൗൺസിൽ, വനിതാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ്, പ്രീത ഗോപാൽ വൈസ് പ്രസിഡന്റ്, രാജിമോൾ MK വൈസ് പ്രസിഡന്റ്, CG അജീഷ വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി, ചിന്താമോൾ PS ജോയിന്റ് സെക്രട്ടറി, സൗമ്യ മുരളി ജോയിന്റ് സെക്രട്ടറി എന്നിവരെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വാഴത്തോപ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. തിരഞ്ഞെടുപ്പ് നീതിയുക്തമായി നടപ്പാക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് ഹൈക്കോടതി പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചതായി UDF വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് UDF നേതാക്കൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തും അപരന്മാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചും മുമ്പ് വാഴത്തോപ്പ് സർവീസ് സഹകരണ ബാങ്കിൽ LDF ഭരണം പിടിച്ചെടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത്തരത്തിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരെ കർശനമായി ശിക്ഷിക്കുന്നതിനുള്ള പ്രത്യേക ഉത്തരവാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. നീതിയുക്തമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടത്തുന്നതിനാവശ്യമായ പോലീസ് സന്നാഹവും CCTV ക്യാമറകളും ഒരുക്കണമെന്നും കോടതി ഉത്തരവിൽ പ്രത്യേക നിർദ്ദേശമുള്ളതായി നേതാക്കൾ പറഞ്ഞു. എല്ലാം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ബൂത്തുകളില് വോട്ടർമാരെ കള്ളവോട്ട് ചെയ്യിപ്പിച്ചുകൊണ്ട്, കള്ളവോട്ട് എന്ന് പറയുന്ന മരിച്ചുപോയിട്ടുള്ളവരും അതുപോലെ തന്നെ പണ്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്നവർക്കും ഒക്കെ പകരം ആളുകളെ കയറ്റി വോട്ട് ചെയ്യിപ്പിച്ചാണ് ഈ ഭരണസമിതി പിടിച്ചടക്കിയിട്ടുള്ളത്. ഇത് ഇല്ലാതെ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം കോടതി അവിടെ CCTV ക്യാമറകൾ വെച്ചുകൊണ്ട് വോട്ടർമാരെയും ഒക്കെ റെക്കോർഡ് ചെയ്ത് നിന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. ഈ ബാങ്കിന്റെ എലികയ്ക്ക് പുറത്തുള്ള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ
വോട്ടർമാരായിട്ട് ചേർത്താണ് ഇതിനു മുമ്പ് ഈ ഭരണം ഇടതുപക്ഷ മുന്നണി പിടിച്ചിട്ടുള്ളത്. കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് CP സലീം, മറ്റ് നേതാക്കളായ PD ജോസഫ്, അനിൽ ആനക്കാനാട്ട്, ഷിജോ ഞാവരക്കാട്ട്, മുഹമ്മദ് പനച്ചിക്കൽ, ജോയ് വർഗീസ് എന്നിവർ ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. ഇടുക്കി കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകാരി സംഗമവും ജനകീയ നിക്ഷേപ സമാഹരണ ക്യാമ്പയിനും നടന്നു. കഞ്ഞിക്കുഴി അപ്പൂസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഈ വർഷത്തെ SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് ലിസി ജോസ് അധ്യക്ഷത വഹിച്ചു. കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിൽ സഹകാരി സംഗമവും ജനകീയ നിക്ഷേപ സമാഹരണവും കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു. കഞ്ഞിക്കുഴി അപ്പൂസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കേന്ദ്രം ഉൾപ്പെടെ സഹകരണ മേഖലയെ തകർക്കാൻ നിലപാടെടുത്തപ്പോൾ ഇന്ത്യ രാജ്യത്ത് കേരളത്തിന് മാത്രമാണ് സഹകരണ പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ കഴിഞ്ഞതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. ജനകീയ നിക്ഷേപ സമാഹരണ ക്യാമ്പയിൻ ഇവിടെ സംസാരിച്ചതിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ സഹകരണ മേഖലയെ തകർക്കാൻ കൈക്കൊണ്ട ചില നിലപാടുകൾ ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളമാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സഹകരണ പ്രസ്ഥാനങ്ങളെ പ്രവർത്തിയെടുക്കും. അത് ബാങ്കുകളാണെങ്കിലും സൊസൈറ്റികളാണെങ്കിലും ആ ഭരണസമിതി ജനങ്ങളുടെ പ്രതിനിധികളായി തിരഞ്ഞെടുക്കുന്നവരുണ്ട്. വീട്ടുമുറ്റത്തൊരു ബാങ്ക് എന്ന നിലയിൽ കണക്കാക്കപ്പെട്ടവരും ഒരു അവശ്യ സമയത്ത് ഓടി സമീപിച്ചാൽ പണം വലിയ ദുരാമാനങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്നാണ്. തുടർന്ന് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ മന്ത്രി മൊമന്റോയും ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് ലിസി ജോസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. VK കമലാസനൻ, ബേബി ഐക്കര, എബിൻ ജോസഫ്, സേവ്യർ തോമസ്, റോബി സെബാസ്റ്റ്യൻ, ജോഷി മാത്യു, ബിജു പുരുഷോത്തമൻ, ദിലീപ് ET, ബിനു TR, ബിന്ദു സലിംകുമാർ എന്നിവർ ആശംസ നേർന്നു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. റവന്യൂ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറി സ്ഥലമാറ്റം ലഭിച്ച കളക്ടർ ഷീബ ജോർജിന് കളക്ടറേറ്റ് ജീവനക്കാർ യാത്രയയപ്പ് നൽകി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ S. നായർ, ദേവികുളം സബ് കളക്ടർ VM. ജയകൃഷ്ണൻ, ഡെപ്യൂട്ടി കളക്ടർമാർ, തഹസിൽദാർമാർ, കളക്ടറേറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. റവന്യൂ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറിയായി സ്ഥലമാറ്റം ലഭിച്ച കളക്ടർ ഷീബ ജോർജിന് കളക്ടറേറ്റ് ജീവനക്കാർ യാത്രയയപ്പ് നൽകി. 3 വർഷത്തോളം വിവിധ വകുപ്പുകളെ മികച്ച രീതിയിൽ ജില്ലയിൽ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. വെറുതെ ഒരു ഫയൽ ഇട്ട് ഒന്നും നോക്കാതെ വിടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് ഇനി മുതൽ എന്നൊരു അഭ്യർത്ഥന നിങ്ങളോട് എല്ലാവരും. ഒരുപാട് സർവീസ് ഉള്ളവരാണ് പലരും ഇവിടെ ഇരിക്കുന്നത്, അധികം പ്രായമില്ലാത്തവരാണ് ഇരിക്കുന്നത്. ഓരോ ഫയലും നമുക്കറിയാം, ഓരോ ജീവിതങ്ങളാണ്. നമുക്ക് എല്ലാ ജീവിതത്തിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ വരുന്ന ആ ഒരു സാധാരണക്കാരൻ, അപ്പൊ അതിനോടൊരു എമ്പതി, എന്നെപ്പോഴും കാണുന്നത് തന്നെ ഒരു എമ്പതി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോ ഒക്കെ ഒരു ഓഫീസിന് മുന്നിൽ ഇങ്ങനെ മണിക്കൂറുകളോളം നിൽക്കുക, അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്ക് പല പ്രാവശ്യം കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന ആ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ മുമ്പാകെ വരുന്ന ഒരു ഫയലിൽ തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കും. നിയമങ്ങളും ചട്ടങ്ങളും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴും നടപടികൾക്ക് മാനുഷിക മുഖം നൽകാൻ ശ്രമിച്ചിരുന്നു. മറ്റു വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ജില്ലയെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും കളക്ടർ പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ S. നായർ, ദേവികുളം സബ് കളക്ടർ VM. ജയകൃഷ്ണൻ, ഡെപ്യൂട്ടി കളക്ടർമാർ, തഹസിൽദാർമാർ, കളക്ടറേറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. തിങ്കളാഴ്ചയാകും ഔദ്യോഗികമായി സ്ഥാനമൊഴിയുക. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷികോൽപ്പന്ന ബ്രാൻഡായ സഖിയുടെ 2ാം ഘട്ട വികസന പദ്ധതികൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു.
ഉൽപ്പന്നങ്ങൾ ലോകവിപണിയിലേക്ക് എത്തിക്കുന്ന ഇടമായി തങ്കമണി ഗ്രാമത്തെ മാറ്റി തീർക്കുവാൻ സഹിക്കും ബാങ്കിനും കഴിയട്ടെയെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. എം മണി MLA മുഖ്യപ്രഭാഷണം നടത്തി. സഹ്യ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഉൽപ്പന്നത്തിന്റെ ആദ്യ വിൽപ്പന ജില്ലാ ആസൂത്രണ സമിതി അംഗം CV വർഗീസ് നിർവഹിച്ചു. ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഏറ്റുവാങ്ങി. സഹകരണ മേഖലയിൽ ഒരു സ്ഥാപനത്തെ എങ്ങനെ വളർത്തി വലുതാക്കാമെന്നതിന്റെ ഉദാഹരണമാണ് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹ്യ ബ്രാൻഡ് എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷികോൽപ്പന്ന ബ്രാൻഡായ സഹ്യയുടെ 2ാം ഘട്ട വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓക്കെ. 2017 ആരംഭിച്ച തേയില ഫാക്ടറി ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ആർജിച്ച നേട്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ച് നമ്മൾ കേട്ടത്. ഇന്ന് ആരംഭിക്കുന്ന പുതിയ സംരംഭങ്ങൾ നൂതനമായ സംരംഭം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ സംരംഭത്തിന് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റ് ഈ സംരംഭത്തിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു. സഖ്യ ഫുഡ് ആൻഡ് സ്പൈസസ്, സഖ്യ ഡ്രൈഡ് ഫ്രൂട്ട്സ്, സഖ്യ കോഫി പൗഡർ, ഞങ്ങളതെല്ലാം കയറി കണ്ടു. എത്ര മനോഹരമായിരിക്കുന്നു. ഒരു നല്ല വ്യവസായ സ്ഥാപനം ചെറിയ തോതിൽ തുടങ്ങിയെങ്കിലും ഇന്നൊരു വൻകിട സ്ഥാപനമായി അത് മാറി. ഇത് കാണിക്കുന്നത് വരുന്ന 8-10 വർഷക്കാലം കൊണ്ട് ഇവിടെ നിന്ന് ലോകത്തിൻ്റെ ഏത് പ്രദേശത്തേക്കും നിങ്ങൾക്ക് കയറ്റി അയക്കാൻ പറ്റുന്ന കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ രൂപപ്പെടുത്തി പാക്ക് ചെയ്ത് കണ്ടെയ്നറുകൾ ഇവിടെ വന്ന് നേരിട്ട് എടുക്കുന്ന കാഴ്ച കാണാൻ തങ്കമണിക്ക് ഭാഗ്യമുണ്ടാക്കി തരുന്നൊരു സ്ഥാപനമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. തങ്കമണി ഗ്രാമത്തിന് മാത്രമല്ല ജില്ലയ്ക്ക് മൊത്തം അഭിമാനിക്കാൻ കഴിയുന്ന സംരംഭമാണ് ഇത്. നാടിനെ കരുത്തു തെളിയിക്കാൻ ഉതകുന്ന സംരംഭമായി സഹ്യ ബ്രാൻഡിനെ മാറ്റാൻ ബാങ്കിന് കഴിഞ്ഞു. ചെറിയ രീതിയിൽ തുടങ്ങിയ വ്യവസായ സ്ഥാപനം വലിയ സ്ഥാപനമായി മാറിയതിന്റെ ഉദാഹരണമാണ് ഇത്. ഉൽപ്പന്നങ്ങൾ ലോകവിപണിയിലേക്ക് എത്തിക്കുന്ന ഇടമായി തങ്കമണി ഗ്രാമത്തെ മാറ്റി തീർക്കാൻ സഹ്യയ്ക്കും ബാങ്കിനും കഴിയട്ടെ എന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സഹ്യ ഡ്രൈ ഫ്രൂട്ട്സ് യൂണിറ്റ്, കാപ്പിപ്പൊടി ഉൽപ്പന്ന യൂണിറ്റ്, സഹ്യ ഫുഡ്സ് മാർക്കറ്റിംഗ് യൂണിറ്റ്, അത്യാധുനിക തേയില ബ്ലെൻഡിംഗ് യൂണിറ്റ് എന്നിവയാണ് 2ാം ഘട്ട വികസന പദ്ധതികളുടെ ഭാഗമായി ഉദ്ഘാടനം ചെയ്തത്. 5.61 കോടി രൂപയാണ് ആകെ പദ്ധതി ചെലവ്. 130 കോടി രൂപ പ്രവർത്തന മൂലധനവും 105 കോടി രൂപ വായ്പയുമാണ് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന് ഉള്ളത്. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക KS ചിത്രയാണ് സഹ്യയുടെ ബ്രാൻഡ് അംബാസിഡർ. തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. എം മണി MLA മുഖ്യപ്രഭാഷണം നടത്തി. സഹ്യ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഉൽപ്പന്നത്തിന്റെ ആദ്യ വിൽപ്പന ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് നിർവഹിച്ചു. ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഏറ്റുവാങ്ങി. സഹ്യ ഫുഡ് ആൻഡ് സ്പൈസസിന്റെ ഏലച്ചായ, പാലട മിക്സ് എന്നിവ ജില്ലാ കളക്ടർ ഷീബ ജോർജ് പുറത്തിറക്കി. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ്, വൈസ് പ്രസിഡന്റ് റെജി മുക്കാട്ട്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെസി തോമസ്, തങ്കമണി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ സൈബിച്ചൻ തോമസ്, CM തങ്കച്ചൻ, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോതമംഗലം ബ്ലോക്കിലെ വാരപ്പെട്ടി പഞ്ചായത്ത് 10ാം വാർഡിൽ ഉൾപ്പെട്ട അറയ്ക്കപ്പെട്ടി ചരമ റോഡിന് സമീപത്തുള്ള കുളത്തിലും തുറസായ സ്ഥലത്തും മാലിന്യം തള്ളിയ വാരപ്പെട്ടി പഞ്ചായത്തിലെ 10ാം വാർഡ് സ്വദേശിക്കും മൂവാറ്റുപുഴ 2 സ്വദേശിക്കുമെതിരെ ഓരോ ലക്ഷം രൂപ വീതം വാരപ്പെട്ടി പഞ്ചായത്ത് പിഴ ചുമത്തി. ചരമ റോഡിന് സമീപത്തുള്ള കുളത്തിലും തുറസായ സ്ഥലത്തും വൻതോതിൽ മാലിന്യം തള്ളുകയും ഇതേ തുടർന്ന് കുളത്തിലെ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജലജീവികൾ ചത്തുപൊങ്ങുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നായിരുന്നു പഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടായത്. കോതമംഗലം ബ്ലോക്കിലെ വാരപ്പെട്ടി പഞ്ചായത്ത് 10ാം വാർഡിൽ ഉൾപ്പെട്ട അറയ്ക്കപ്പടി ചരമ റോഡിന് സമീപത്തുള്ള കുളത്തിലും തുറസായ സ്ഥലത്തും മാലിന്യം തള്ളിയ വാരപ്പെട്ടി പഞ്ചായത്തിലെ 10ാം വാർഡ് സ്വദേശിക്കും മൂവാറ്റുപുഴ 2 സ്വദേശിക്കുമെതിരെ ഓരോ ലക്ഷം രൂപ വീതം വാരപ്പെട്ടി പഞ്ചായത്ത് പിഴ ചുമത്തി. ചരമ റോഡിന് സമീപത്തുള്ള കുളത്തിലും തുറസായ സ്ഥലത്തും വൻതോതിൽ മാലിന്യം തള്ളുകയും ഇതേ തുടർന്ന് കുളത്തിലെ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജലജീവികൾ ചത്തുപോകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നായിരുന്നു പഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടായത്.
റോഡിൽ തള്ളിയ മാലിന്യത്തിനൊപ്പം കേറ്ററിംഗ് യൂണിറ്റിലെ കാർഡ് കൂടി കിട്ടിയതിനെ തുടർന്ന് മാലിന്യം തള്ളിയ വ്യക്തികളെക്കുറിച്ച് വിവരം ലഭിച്ചു. പഞ്ചായത്ത് അധികൃതർ മാലിന്യം നിക്ഷേപിച്ചവരെ വിളിച്ചു വരുത്തി മാലിന്യം അവരെ കൊണ്ട് തന്നെ നീക്കം ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. മാലിന്യമിടുന്നത് ശ്രദ്ധയിൽപ്പെടുന്നവർ പഞ്ചായത്തിൽ അറിയിച്ചാൽ വിളിച്ചറിയിച്ച വ്യക്തിക്ക് പാരിതോഷികവും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയും ഉറപ്പുവരുത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അറിയിച്ചു. എന്നാൽ കുളത്തിൽ മാലിന്യം തള്ളി മത്സ്യങ്ങൾ ഉൾപ്പെടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ പഞ്ചായത്തല്ലാതെ മറ്റ് സർക്കാർ സംവിധാനങ്ങൾ ഇടപെടൽ നടത്തുകയോ കേസെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതോടൊപ്പം അധികൃതരുടെ ഒത്താശയോടെ പരമ്പരാഗത ജലസ്രോതസ്സായ കുളം നികത്താൻ ശ്രമം നടക്കുന്നതായും അത് അനുവദിക്കില്ലെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ എലൈറ്റിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം തൊടുപുഴ റോട്ടറി ക്ലബ് ഹാളിൽ നടന്നു. പുതിയ പ്രസിഡന്റായി അഡ്വക്കേറ്റ് ലിബോ ജോണും സെക്രട്ടറിയായി ബോബി ജോർജും ട്രഷററായി റെജി കെവിയും അധികാരം ഏറ്റെടുത്തു. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് ആയിരുന്നു ഇൻസ്റ്റാളിംഗ് ഓഫീസർ. ഈ വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഷിൻ സെബാസ്റ്റ്യൻ നിർവഹിച്ചു. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ എലൈറ്റിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം തൊടുപുഴ ആദം സ്റ്റാർ കോംപ്ലക്സിലുള്ള റോട്ടറി ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ചു. പുതിയ പ്രസിഡന്റായി അഡ്വക്കേറ്റ് ലിബോ ജോണും സെക്രട്ടറിയായി ബോബി ജോർജും ട്രഷററായി റെജി കെവിയും ലേഡീസ് ഫോറം പ്രസിഡന്റായി ബിന്ദു പത്മകുമാർ, സെക്രട്ടറിയായി ഷൈനി പിറ്റോ, ട്രഷററായി ഷൈനി ഷിജു എന്നിവരും അധികാരമേറ്റു. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ VS ജയേഷ് ആയിരുന്നു ഇൻസ്റ്റാളിംഗ് ഓഫീസർ. കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം നമ്മുടെ പ്രസ്ഥാനം മനസ്സിലാക്കി നമ്മുടെ മുതിർന്നവരിലും കുട്ടികളിലുമുള്ള മനോബലം നേരെ താഴേക്ക് വരുന്നു. അതുകൊണ്ട് പുതിയൊരു ഏരിയ കൂടി നമ്മൾ സർവീസ് ചെയ്യാനായിട്ട് മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, മെന്റൽ ഹെൽത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ നിരവധി മേഖലകൾ നമുക്ക് സർവീസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ധാരാളം നല്ല മിടുക്കരായിട്ടുള്ള ലീഡേഴ്സ് വേണം. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള മെമ്പർഷിപ്പ് വേണം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസ്ഥാനം ഇന്ന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് ലീഡർഷിപ്പിലും മെമ്പർഷിപ്പിലുമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലീഡർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ തലത്തിലും മൾട്ടിപ്പിൾ തലത്തിലും ഡിസ്ട്രിക്ട് തലത്തിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം നല്ല മികവുറ്റ ലീഡേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ സാധാരണ ക്ലബ്ബ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ 90% നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ ക്ലബ്ബുകളിലും പുതിയ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർമാരെ തിരഞ്ഞെടുക്കുന്ന അവസരത്തിൽ അതിൽ നമ്മൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതി കാണുന്നു. ആരും ആ പൊസിഷനായിട്ടൊക്കെ തയ്യാറായി വരുന്ന ഒരു സ്ഥിതി കാണുന്നില്ല പലപ്പോഴും. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഇന്റർനാഷണൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് ലീഡർഷിപ്പിന് കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ക്ലബ്ബ് തലത്തിൽ നിരവധി പ്രോഗ്രാമുകളാണ് നമ്മൾ ഈ വർഷം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ വർഷത്തെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഷീൻ സെബാസ്റ്റ്യൻ നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷൈജൻ സ്റ്റീഫന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡോക്ടർ ഷാജി VN സ്വാഗതം ആശംസിച്ചു. റോയി ലൂക്ക്, ജെയിംസ് T മാളിയേക്കൽ, റെജി കെവി എന്നിവർ ആശംസ നേർന്നു. ഡിസ്ട്രിക്ട് ഗ്യാഡ് ചെയർമാൻ സണ്ണിച്ചൻ M സെബാസ്റ്റ്യൻ, ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ ഷിൻ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച എല്ലാ അംഗങ്ങളെയും മൊമന്റോ നൽകി ആദരിച്ചു. സഹായവും അതുപോലെ നമ്മുടെ ക്ലബ്ബ് മെമ്പേഴ്സിന്റെ സഹകരണം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള ഉറപ്പോടെ എല്ലാവരുടെയും പിന്തുണ ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുമെന്ന് ഉറപ്പ് വന്നുകൊണ്ടും ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിമണ്ണൂർ സെന്റ് ജോസഫിൽ താരങ്ങളായി കുട്ടി ഷെഫുമാർ. സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യമേളയും ശാസ്ത്ര പ്രദർശനവും സംഘടിപ്പിച്ചു. കരിമണ്ണൂർ PHCയിലെ ഡോക്ടറും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ അമീറ ജമാൽ ഉദ്ഘാടനം ചെയ്തു. 60ഓളം വ്യത്യസ്ത വിഭവങ്ങൾ കുട്ടികളും അധ്യാപകരും രുചിച്ചറിഞ്ഞു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാത്യു എടാട്ട് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഹെഡ്മാസ്റ്റർ സജി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യമേളയും ശാസ്ത്ര പ്രദർശനവും സംഘടിപ്പിച്ചു. കരിമണ്ണൂർ PHCയിലെ ഡോക്ടറും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ അമീറ ജമാൽ ഉദ്ഘാടനം നിർവഹിച്ചു. വീടുകളിൽ തന്നെ പാകം ചെയ്ത ഭക്ഷണം ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ഡോക്ടർ അമീറ സംസാരിച്ചു. മറ്റ് വേദികളിലെ പോലെയല്ല, എന്ത് പറയണമെന്ന് കിട്ടാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ ഈ ഫുഡ് ഫെസ്റ്റ് എന്ന ആശയം, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ് എക്സിബിഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫുഡ് ഫെസ്റ്റ് എന്നൊരു കാര്യം അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ പുതിയൊരു ആശയം ഇത് ഈ വർഷം പുതിയതാണോ അതോ കുറച്ച് വർഷം? സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറന്റ് ഫാദർ മാത്യു എടാട്ട് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ സജി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി.
സാമൂഹ്യശാസ്ത്ര പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി 5ാം ക്ലാസ്സിലെ കുട്ടികൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. 60ഓളം വ്യത്യസ്ത വിഭവങ്ങൾ കുട്ടികളും അധ്യാപകരും രുചിച്ചെറിഞ്ഞു. രുചിക്കൂട്ടുമായി എത്തിയ കുട്ടി ഷെഫുമാർ മേളയെ ആകർഷകമാക്കി. സോഷ്യൽ സയൻസ് ക്ലബിന്റെ കോർഡിനേറ്റർ ഷീന ജോസ്, സീനിയർ അധ്യാപിക ബ്ലസി ജോർജ്, അധ്യാപകരായ സാജു ജോർജ്, സിൻസി ജോസ്, ഗ്രീനി തോമസ്, ബോബി തോമസ്, രമ്യ ജോർജ്, സരിക സണ്ണി എന്നിവർ നേതൃത്വം നൽകി. യോഗത്തിൽ 5ാം ക്ലാസിന്റെ അധ്യാപക പ്രതിനിധി അപ്സര ഫ്രാൻസിസ് സ്വാഗതവും വിദ്യാർത്ഥി പ്രതിനിധി ശ്രേയ മഹേഷ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. മുസ്ലിം ലീഗ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് AM ഹാരിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ഭാരതീയ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാർ നടത്തി. ഇടുക്കി ജില്ലാ വിദ്യാഭ്യാസ ഉപാധ്യക്ഷൻ S ഷാജി ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത് ആനുകൂല്യങ്ങൾ അനുവദിക്കുവാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ. വാഴത്തോപ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. തിരഞ്ഞെടുപ്പ് നീതിയുക്തമായി നടപ്പാക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് ഹൈക്കോടതി പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചതായി UDF വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. റവന്യൂ വകുപ്പിൽ അഡീഷണൽ സെക്രട്ടറിയായി സ്ഥലം മാറ്റം ലഭിച്ച കളക്ടർ ഷീബ ജോർജിന് കളക്ടറേറ്റ് ജീവനക്കാർ യാത്രയയപ്പ് നൽകി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ വിവിധ വകുപ്പിലെ ജീവനക്കാർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.